നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നാം പലപ്പോഴും കാണാറുള്ളത് റൺവേട്ടകളും വിക്കറ്റ് ആഘോഷങ്ങളും കളിക്കാർ തമ്മിലുള്ള മത്സരങ്ങളുമാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം വലിയൊരു മാനുഷിക മൂല്യത്തിന്റെ, സൗഹൃദത്തിന്റെ, പരസ്പര വിശ്വാസത്തിന്റെ കഥകൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെയും IPL പ്രേമികളെയും ഒരേപോലെ കണ്ണീരിലാഴ്ത്തുന്നതും ഒപ്പം ഒരു നായകൻ എങ്ങനെയായിരിക്കണമെന്ന് കാട്ടിത്തരുന്നതുമായ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് IPL-ൽ പവർ പ്ലേകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പോലെയുള്ള വമ്പന്മാരെ വിറപ്പിച്ച പേസർ സന്ദീപ് ശർമ്മയാണ് ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. IPL 2023 മിനി ലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസി പോലും തന്നെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ, കരിയർ അവസാനിച്ചു എന്ന് കരുതി മുറിയിൽ തനിച്ചിരുന്ന് സങ്കടപ്പെട്ടപ്പോൾ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ ഒരൊറ്റ ഫോൺ കോളായിരുന്നു എന്ന് സന്ദീപ് വെളിപ്പെടുത്തുന്നു. ആ സമയത്ത് എന്നിൽ യഥാർത്ഥത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച ഒരേയൊരു വ്യക്തി സഞ്ജു മാത്രമായിരുന്നു. സന്ദീപ് ശർമ്മയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ക്രിക്കറ്റ് ലോകം മുഴുവൻ തന്നെ എഴുതിത്തള്ളിയപ്പോൾ സഞ്ജു എങ്ങനെയാണ് സന്ദീപിന് തുണയായത്? ലേലത്തിൽ വിറ്റുപോകാതിരുന്ന സന്ദീപ് പിന്നെ എങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ വജ്രായുധമായി മാറിയത്? സഞ്ജു സാംസൺ എന്ന ലീഡറുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്ന സ്പോർട്സ് പിച്ചിന്റെ ഈ പ്രത്യേക വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം 2023 IPL മിനി ലേലം നടന്ന ആ ദിവസത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. IPL ചരിത്രത്തിൽ പവർ പ്ലേകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ സ്വിംഗ് ബൌളിംഗിന്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൌളിംഗ് റെക്കോർഡുകളുള്ള താരമാണ് സന്ദീപ് ശർമ്മ. കിങ്സ് 11 പഞ്ചാബിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും വേണ്ടി വർഷങ്ങളോളം സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ താരം. എന്നാൽ 2023 ലേലത്തിൽ അപ്രതീക്ഷിതമായി സന്ദീപ് ശർമ്മയുടെ പേര് വന്നപ്പോൾ ഒരു ടീം പോലും താൽപര്യം കാണിച്ചില്ല. 10 ഫ്രാഞ്ചൈസികളും സന്ദീപിനെ തഴഞ്ഞു. ഒരു ആഭ്യന്തര കായിക താരത്തെ സംബന്ധിച്ച് IPL ലേലത്തിൽ വിറ്റുപോകാതിരിക്കുക എന്നത് മാനസികമായി വലിയൊരു തകർച്ചയാണ്. തന്റെ കരിയർ ഇനിയൊരു തിരിച്ചുവരവില്ലാത്തവണ്ണം അവസാനിച്ചോ എന്ന് സന്ദീപ് ഭയന്നു. ആരും തുണയില്ലാതെ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദീപിന്റെ ഫോണിലേക്ക് ആ അപ്രതീക്ഷിത കോൾ വരുന്നത്. സ്ക്രീനിൽ തെളിഞ്ഞത് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ പേരായിരുന്നു. ലേലത്തിൽ ആരും എടുത്തില്ലെങ്കിലും സന്ദീപിന്റെ കഴിവിൽ സഞ്ജുവിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ലേലത്തിന്റെ തന്ത്രങ്ങൾ കാരണം ടീമിലെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സന്ദീപിനെ ആശ്വസിപ്പിക്കാനും അവന് ആത്മവിശ്വാസം നൽകാനും സഞ്ജു കാണിച്ച ആ മനസ്സ് ഒരു സാധാരണ ക്യാപ്റ്റനും ചെയ്യാത്ത ഒന്നായിരുന്നു. സന്ദീപ് ശർമ്മ തന്നെ ആ നിമിഷത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ലേലത്തിൽ ആരും എന്നെ എടുക്കാതിരുന്നപ്പോൾ ഞാൻ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സഞ്ജുവിന്റെ കോൾ വരുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. എനിക്ക് അവസരം ലഭിക്കുമെന്നും ഞാൻ മികച്ച പ്രകടനം നടത്തുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. വെറുതെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ എന്നോടുള്ള വലിയൊരു ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരുന്നു. ഒരു കളിക്കാരൻ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുന്നത് അവന് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്. ലോകം മുഴുവൻ കൈവിട്ട ഒരു കളിക്കാരന് നേരെ സ്നേഹത്തിന്റെ ഒരു കൈ നീട്ടാൻ സഞ്ജു തയ്യാറായി. സഞ്ജുവിന്റെ ആ വാക്കുകൾ സന്ദീപിന് നൽകിയ ഊർജം ചെറുതല്ല. താൻ ഇപ്പോഴും ഒരു മികച്ച ബൗളറാണെന്നും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു വലിയ നായകനുണ്ടെന്നുമുള്ള ചിന്ത സന്ദീപിനെ വീണ്ടും കഠിനമായി പരിശീലിക്കാൻ പ്രേരിപ്പിച്ചു. സഞ്ജു സാംസൺ എന്ന മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഇതാണ്. കളിക്കാരെ കേവലം റൺസ് അടിക്കാനുള്ള മെഷീനുകളായല്ല സഞ്ജു കാണുന്നത്. അവരുടെ വികാരങ്ങളെയും മാനസികാവസ്ഥയും കൃത്യമായി മനസ്സിലാക്കാൻ സഞ്ജുവിന് കഴിയുന്നു. അതുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് എന്ന ടീം ഒരു കുടുംബം പോലെ മുന്നോട്ടു പോകുന്നത്. ലേലത്തിൽ വിറ്റുപോയില്ലെങ്കിലും സന്ദീപിനെ നെറ്റ് ബൗളറായോ ബാക്കപ്പായോ ടീമിനൊപ്പം നിർത്താൻ സഞ്ജു മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് രാജസ്ഥാൻ റോയൽസിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. അവരുടെ പ്രധാന പേസ് ബൗളറായ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് കനത്ത പരിക്കേൽക്കുകയും ടൂർണമെന്റിൽ നിന്ന് പൂർണ്ണമായി പുറത്താകുകയും ചെയ്തു. ആ സമയത്ത് രാജസ്ഥാന് മുന്നിൽ ഒരുപാട് വിദേശ താരങ്ങളുടെയും ആഭ്യന്തര താരങ്ങളുടെയും ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സഞ്ജു സാംസൺ മറ്റാരെയും ചിന്തിച്ചില്ല. തന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്ന സന്ദീപ് ശർമ്മയുടെ പേര് അദ്ദേഹം മാനേജ്മെന്റിന് മുന്നിൽ വെച്ചു. അങ്ങനെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരക്കാരനായി സന്ദീപ് ശർമ്മ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലേക്ക് ഔദ്യോഗികമായി കടന്നുവന്നു.
സഞ്ജു തനിക്ക് നൽകിയ ആ വാക്ക് പാലിക്കുകയായിരുന്നു. ഒരു നായകൻ തന്റെ കളിക്കാരന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അവസരമാണ്. ആ അവസരം കൃത്യമായ സമയത്ത് സന്ദീപിന് നൽകാൻ സഞ്ജുവിന് കഴിഞ്ഞു. സഞ്ജുവിന്റെ ഈ തീരുമാനം വെറുമൊരു വൈകാരികമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് സന്ദീപിന്റെ ഡെത്ത് ഓവർ ബൌളിംഗ് മികവ് ടീമിന് ഗുണം ചെയ്യുമെന്ന വലിയൊരു തന്ത്രം കൂടിയായിരുന്നു. അവസരം ലഭിച്ച സന്ദീപ് ശർമ്മ പിന്നീട് കാട്ടിക്കൂട്ടിയ പൂരമാണ് IPL 2023 ഏറ്റവും വലിയ ഹൈലൈറ്റ്. സഞ്ജു സാംസൺ എന്ന നായകൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ സന്ദീപ് മൈതാനത്ത് തെളിയിച്ചു. പവർ പ്ലേകളിൽ മാത്രമല്ല, രാജസ്ഥാന്റെ ഏറ്റവും വലിയ ബലഹീനതയായിരുന്ന ഡെത്ത് ഓവറുകളിലും സന്ദീപ് റൺസ് വിട്ടുകൊടുക്കാതെ വിക്കറ്റുകൾ വീഴ്ത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ CSKക്കെതിരെ നടന്നതായിരുന്നു. അവസാന ഓവറിൽ ചെന്നൈക്ക് ജയിക്കാൻ 21 റൺസ് വേണം. ക്രീസിലുള്ളത് ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷറായ സാക്ഷാൽ MS ധോണിയും രവീന്ദ്ര ജഡേജയും. സന്ദീപ് എറിഞ്ഞ ആദ്യ പന്തുകൾ വൈഡും സിക്സറുമൊക്കെയായി മാറി. ചെന്നൈ വിജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ ആ സമ്മർദ്ദഘട്ടത്തിലും സഞ്ജു സാംസൺ ഓടിയെത്തി സന്ദീപിന്റെ തോളിൽ കൈയിട്ട് സംസാരിച്ചു. നിനക്ക് സാധിക്കും, നിന്റെ മികച്ച പന്തെറിയൂ എന്ന് സഞ്ജു ധൈര്യം നൽകി. അടുത്ത 3 പന്തുകളിൽ കൃത്യതയാർന്ന യോർക്കറുകൾ എറിഞ്ഞുകൊണ്ട് ധോണിയെയും ജഡേജയെയും സന്ദീപ് തളച്ചു. രാജസ്ഥാൻ റോയൽസ് ആ മത്സരം ചരിത്രപരമായി വിജയിച്ചു. മത്സരം കഴിഞ്ഞയുടൻ സന്ദീപിനെ ഓടിയെത്തി കെട്ടിപ്പിടിച്ച സഞ്ജുവിന്റെ ചിത്രം ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. തിയേറ്ററുകളിൽ പോലും കാണാത്ത അത്രയും വലിയൊരു മാസ് ത്രില്ലർ ക്ലൈമാക്സ് ആയിരുന്നു അത്. സന്ദീപ് ശർമ്മയുടെ ഈ വെളിപ്പെടുത്തൽ നമ്മളെ പഠിപ്പിക്കുന്നത് സഞ്ജു സാംസൺ എന്ന വ്യക്തിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ചാണ്. ഇന്ന് പല ക്യാപ്റ്റന്മാരും സ്റ്റാർ കളിക്കാരെ മാത്രം കൂടെ നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ സഞ്ജു തഴയപ്പെട്ടവർക്കും കരിയർ പ്രതിസന്ധിയിലായവർക്കും ഒപ്പം നിൽക്കുന്നു. യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ തുടങ്ങിയ യുവതാരങ്ങൾ ഇന്ന് ഇന്ത്യൻ ടീമിൽ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സഞ്ജു അവർക്ക് നൽകിയ സ്വാതന്ത്ര്യവും പിന്തുണയുമാണ്. അതുപോലെ തന്നെയാണ് സീനിയർ താരമായ സന്ദീപ് ശർമ്മയെയും അദ്ദേഹം തിരികെ കൊണ്ടുവന്നത്. കളിക്കാരെ മാനസികമായി ശാക്തീകരിക്കാൻ കഴിയുന്ന ഒരു നായകന് മാത്രമേ ഒരു ടീമിനെ ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. BCCIയിലെ സെലക്ടർമാർ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എത്രയൊക്കെ ശ്രമിച്ചാലും കളിക്കാരുടെ മനസ്സിലെ യഥാർത്ഥ ക്യാപ്റ്റൻ സഞ്ജു തന്നെയെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. സന്ദീപ് ശർമ്മയുടെ കരിയർ രക്ഷിച്ച സഞ്ജു സാംസന്റെ ഈ വലിയ മനസ്സിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജുവിനെ പോലൊരു നായകനെയാണോ ഇന്ത്യൻ ക്രിക്കറ്റിന് ആവശ്യം? സന്ദീപ് ശർമ്മ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നടത്തിയ പ്രകടനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ നിർണായകമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലത്തെ വികാരനിർഭരമായ കഥകളും കൃത്യമായ വിശകലനങ്ങളും ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.